സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ഒന്നിച്ച് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വളരെ പ്രാർത്ഥനയോടുകൂടെ തിരഞ്ഞെടുത്ത ഒരു വിഷയമാണ്. ആമുഖമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ വിഷയം വളരെ ഗൗരവമുള്ളതായതുകൊണ്ട് ഇത് എങ്ങനെ തിരഞ്ഞെടുത്തു എന്നുള്ളത് പ്രേക്ഷകരറിയേണ്ടത് ആവശ്യമാണ്. കഴിഞ്ഞ ദിവസം പാഠഭേദം അതിൻ്റെ ഒരു റെക്കോർഡിങ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അല്പസമയങ്ങൾ പ്രാർത്ഥിച്ചു. ശരിയായ ഒരു ഗൈഡൻസ് കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ എനിക്ക് ഇങ്ങനെ ഒരു വിഷയം ചെയ്യണമെന്ന് ഒരു പ്രത്യേക നിയോഗമുണ്ടായി. വിഷയം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ ഒത്തിരി ആത്മഹത്യകൾ നടക്കുന്നു. കേരളത്തിലെ ആത്മഹത്യകളുടെ നിരക്ക് വളരെ കൂടുതലാണെന്നാണ് മാധ്യമങ്ങളിലൂടെയൊക്കെ കേൾക്കുവാൻ ഇടയായിത്തീർന്നത്. കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് നമ്മൾ അഭിമാനിക്കുമ്പോൾ തന്നെ സാക്ഷരതയിലും മറ്റും മുൻപിൽ നിൽക്കുന്നു. നാം കുറച്ചുകൂടെ അറിവുള്ളവരാണ്. സാമ്പത്തികമായിട്ട് മറ്റു പല സംസ്ഥാനങ്ങളെക്കാൾ മുൻപിൽ നിൽക്കുന്നവരാണെന്നൊക്കെ അഭിമാനിക്കുമ്പോൾ തന്നെ ഈ വിഷയത്തിലും കേരളം ഏതാണ്ട് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് കേട്ടത് വളരെ സങ്കടമുളവാക്കുവാനിടയായി തീർന്നു. അതുകൊണ്ട് ആ വിഷയമാണ് പാഠഭേദത്തിൽ ഞാൻ എടുത്തത്. ഇന്നലെ രാത്രി ഒരു റെക്കോർഡിങ് ചെയ്യുകയും ചെയ്തു. പക്ഷേ റെക്കോർഡിങ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോ സേവ് ആയിട്ടില്ല. അത് മുഴുവൻ നഷ്ടപ്പെട്ടു. അരമണിക്കൂറോളം കുറേ കാര്യങ്ങൾ പറഞ്ഞ് റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്തത്. ആ വീഡിയോ മുഴുവൻ നഷ്ടപ്പെട്ടു. ആദ്യം ഒരു സങ്കടമുണ്ടായി. എന്നാൽ മനസ്സിൽ മറ്റൊരു ചിന്തയാണ് ഉണ്ടായത്. മറ്റെന്തോ പറവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇനി റെക്കോർഡിങ് ഇന്ന് രാവിലെ മതിയെന്ന് ചിന്തിച്ച് ഞാൻ കിടന്നുറങ്ങുവാനിടയായി തീർന്നു. രാത്രിയിൽ ഞാൻ സ്വപ്നത്തിൽ ഒരു മെസ്സേജ്, ഒരു പ്രസംഗിക്കുവാനിടയായി തീർന്നു. രാത്രിയിൽ എപ്പോഴോ ഞാൻ ഉണർന്ന ശേഷം പിന്നെയും ഉറങ്ങിയപ്പോൾ ആ മെസ്സേജ് കണ്ടിന്യൂ ചെയ്യുവാനിടയായി തീർന്നു. ആ മെസ്സേജ് ഈ സബ്ജക്റ്റുമായിട്ട് വളരെ ബന്ധമുള്ളതായതുകൊണ്ട് ഇന്നത്തെ പാഠഭേദം ഞാൻ വിശ്വസിക്കുകയാണ് വളരെ വ്യത്യസ്തമായിട്ട് പരിശുദ്ധാത്മാവ് നൽകിയ ഒരു നിയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന പാഠഭേദമാണ്. എല്ലാ പാഠഭേദങ്ങളും പ്രാർത്ഥിച്ച് തന്നെയാണ് ചെയ്യുന്നതെങ്കിലും ഈ ഒരു പാഠഭേദം സാധാരണ പാഠഭേദത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് കൂടുതൽ സെക്കുലർ ആശയങ്ങൾ പറയുകയാണെങ്കിൽ ഇന്നത്തെ പാഠഭേദത്തിൽ കുറേ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ഒക്കെ പറയുന്ന ഒരു പാഠഭേദമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്നലെ ഞാൻ സ്വപ്നത്തിൽ ചെയ്ത പ്രസംഗത്തിൻ്റെ കുറേ ഭാഗങ്ങൾ ഈ പാഠഭേദത്തിലൂടെ പറയാമെന്ന് ചിന്തിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ട കുറേ ആത്മഹത്യ വാർത്തകൾ, ആ ഒരു ടീച്ചർ 6 വർഷം ജോലി ചെയ്തിട്ടും ശമ്പളം കിട്ടാത്ത ആ ഒരു ടീച്ചർ, അതുപോലെ തന്നെ ഷൈനിയും 2 കുഞ്ഞുങ്ങളും, ഇന്നലെ സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞു നിന്നത് ആ കുടുംബത്തിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയായിരുന്നു. അപ്പോൾ വളരെ വലിയ ഒരു വാർത്തയായിട്ടത് തീർന്നു. ആ വാർത്തയൊന്ന് കെട്ടടങ്ങുന്നതിന് മുമ്പ് തന്നെയാണ് കേരളത്തിലെ വളരെ പ്രശസ്തനാകുന്ന ഒരു ഡോക്ടർ, അദ്ദേഹം മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്ന വാർത്ത എത്തുന്നത്. അതും ആത്മഹത്യയാണെന്ന് ചാനലുകൾ പറഞ്ഞപ്പോൾ അത്ഭുതം തോന്നി, സങ്കടവും തോന്നി. ഈ 3 ആത്മഹത്യകളുടെയും പ്രത്യേകത, ഇത് 3ഉം ക്രിസ്തീയ നാമധാരികളായ ആളുകളുടെ ജീവിതത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്. അത് ഒന്നുകൂടെ എന്നെ ദുഃഖിപ്പിച്ചു. ക്രിസ്തീയ പേരുകളിൽ അറിയപ്പെടുന്നവർ ആത്മഹത്യയിൽ മുൻപിലേക്ക് എന്തുകൊണ്ട് വരുന്നു? അത് നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വേക്കപ്പ് കോളാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. വളരെ പ്രശസ്തനാകുന്ന ഡോക്ടർ, 77 വയസ്സുണ്ട്. ഞാൻ അത്ര മഹത്വപൂർണ്ണമാകുന്നൊരു സേവനം മനുഷ്യരാശിക്ക് ചെയ്ത ഒരു മനുഷ്യനെക്കുറിച്ച് ഒരു നല്ല വാർത്തയല്ല പറയുന്നത്. അതുകൊണ്ട് തന്നെ പേര് പറവാൻ ആഗ്രഹിക്കുന്നില്ല. വേദനയുണ്ട്. ആ ഒരു ഡോക്ടർ ആയിരക്കണക്കിന് കിഡ്നി ശസ്ത്രക്രിയകൾ സ്വന്തം കൈകൊണ്ട് ചെയ്ത ഡോക്ടർ, അനേകർക്ക് ജീവൻ നൽകിയ ഒരു ഡോക്ടർ, 77-ാമത്തെ വയസ്സിൽ തനിക്ക് ജീവനൊടുക്കി എന്ന് പറയേണ്ടി വരുമ്പോൾ ആ വാർത്ത അങ്ങനെ ആവരുത് എന്ന് മനസ്സ് ചിന്തിച്ചതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. കാരണം അദ്ദേഹം ചികിത്സിച്ച് സൗഖ്യമായ രോഗികൾക്ക് അദ്ദേഹത്തോട് കൂടെ
ജോലി ചെയ്തവർക്ക്, കുടുംബങ്ങൾക്ക് ഒക്കെ ഈ ഒരു വാർത്ത വളരെ വേദനയുളവാക്കുന്ന വാർത്തയാണ്. അതുകൊണ്ട് തന്നെ അത്രയും പറഞ്ഞ് മുൻപോട്ട് ഞാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആത്മഹത്യകൾ കൂടുന്നത്? പലരും പല കണ്ടെത്തലുകളാണ് നടത്തുന്നത്. കോവിഡ് അനന്തരമുണ്ടായ ഒത്തിരി മാറ്റങ്ങളിലൊന്നാണ് മനുഷ്യന് മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ, മാനസികമാകുന്ന പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ സമൂഹത്തിൻ്റെ ഭാഗമായിരിക്കുന്നു എന്ന് ചിലരൊക്കെ അഭിപ്രായപ്പെടുന്നത് കാണുവാനിടയെ തുടർന്നു. സത്യമായിരിക്കാം. എന്താണെങ്കിലും ആത്മഹത്യകൾ ഒത്തിരി പെരുകുന്നു. എൻ്റെ മനസ്സിൽ കഴിഞ്ഞ ദിവസം വന്ന ഒരു ചിന്ത ഞാൻ പറയാം. ഇന്നലെ നടക്കാനിറങ്ങിയപ്പോൾ മനസ്സിലുണ്ടായിരുന്ന ചിന്തകൾ കേരളത്തിലെ ഈ ആത്മഹത്യകളെക്കുറിച്ച് തന്നെയായിരുന്നു. അങ്ങനെ ചിന്തിച്ച് നടക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു, മൃഗങ്ങൾ എന്താണ് ആത്മഹത്യ ചെയ്യാത്തത്? നമ്മളെപ്പോലെ സന്തോഷവും സങ്കടവുമൊക്കെ മൃഗങ്ങൾക്കില്ലേ? ഭയമൊക്കെ മൃഗങ്ങൾക്കില്ലേ? മൃഗങ്ങൾ എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യാത്തത്? അങ്ങനെ ചിന്തിച്ച് നടക്കുന്ന വഴിയിൽ ഞാൻ കണ്ടൊരു കാഴ്ച, റോഡ് ക്രോസ് ചെയ്ത് വളരെ അവശ നിലയിലായ ഒരു നായി അതിങ്ങനെ നടന്നു വരുന്നു. കാലുകൾ മുടന്തിയിട്ടുണ്ട്, എന്തോ വണ്ടിയോ മറ്റോ തട്ടിയതായിരിക്കാം. ശരീരം മുഴുവൻ വ്രണങ്ങളാണ്. വളരെ കഷ്ടകരമായ അവസ്ഥയിൽ അത് ഏന്തി വലിഞ്ഞ് റോഡിൽ കൂടെ നടക്കുകയാണ്. ഞാൻ ആ നായ നോക്കിയപ്പോൾ എനിക്ക് തന്നെ തോന്നി, എന്തൊരു ദാരുണമായ അവസ്ഥയാണ്. ഒരു മനുഷ്യനാണെങ്കിൽ ഇപ്രകാരം ഒരു അവസ്ഥ അതിന് സഹിക്കാൻ പറ്റുമോ? അതേ സമയത്ത് തന്നെ റോഡിൽ കൂടെ ഒരു വണ്ടി വരുമ്പോൾ നായ് വളരെ വേഗത്തിൽ ചാടി ഒഴിയുകയാണ് വണ്ടി തട്ടാതിരിക്കാൻ. ഇത്രയും കഷ്ടം പിടിച്ച ഒരു ജീവിതമാണ് ആ മൃഗം നയിക്കുന്നതെങ്കിലും പിന്നെയും ജീവൻ നിലനിർത്താനുള്ള ഒരു ശ്രമം. എൻ്റെ മനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന എന്തുകൊണ്ട് ആത്മഹത്യകൾ പെരുകുന്നു എന്ന ചോദ്യത്തോടുകൂടെ ഈ നായയുടെ കാഴ്ചയും അങ്ങ് കൂടി ചേർന്നു. മൃഗങ്ങൾ എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യാത്തത്? അതിന് വേദനയില്ലാത്തത് കൊണ്ടാണോ? അതിന് രോഗമില്ലാത്തത് കൊണ്ടാണോ? പ്രശ്നമില്ലാത്തത് കൊണ്ടാണോ? എന്തുകൊണ്ടാണ് മൃഗങ്ങൾ ആത്മഹത്യ ചെയ്യാത്തത്? മനുഷ്യർ മാത്രം എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്? ശ്രദ്ധിക്കണമേ പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, മനുഷ്യൻ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന അമിത പ്രതീക്ഷകൾ, അതാണ് മനുഷ്യനെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്കും കൊണ്ടെത്തിക്കുന്നത്. വലിയ പ്രതീക്ഷകളാണ് ഹൃദയത്തിൽ. അങ്ങനെയുള്ള പ്രതീക്ഷകൾ, ആശകൾ, സ്വപ്നങ്ങൾ പൂവണിയുന്നില്ല എന്ന് കാണുമ്പോൾ താൻ പരാജയപ്പെട്ടു എന്ന ഒരു തോന്നൽ, ആ പരാജയം അല്ലെങ്കിൽ ആ വെല്ലുവിളിയെ നേരിടുവാൻ കഴിയാതെ ജീവൻ ഒടുക്കിയേക്കാം എന്ന് ചിന്തിക്കുന്നു. പരാജയപ്പെടുന്നു എന്ന തോന്നൽ മാത്രമല്ല, പരാജയപ്പെടുമോ എന്ന ഭയം ചിലരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നു. അമിത പ്രതീക്ഷകളാണ് പ്രശ്നമെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ കൂടെ നടന്നവർ, പഠിച്ചവർ ഒക്കെ ഒത്തിരി മുമ്പിലെത്തിയപ്പോൾ നമുക്കെങ്ങുമാകാൻ പറ്റിയില്ല എന്ന ഒരു തോന്നൽ, നമ്മൾ സ്വപ്നം കണ്ടതുപോലെ ആകാൻ പറ്റിയില്ല എന്ന തോന്നൽ. അതുപോലെ തന്നെ ചിലർ ആത്മഹത്യ ചെയ്യുന്നത് പകരം വീട്ടാനാണ്. എന്നെ സ്നേഹിക്കാത്തവർ, എന്നെ ചതിച്ചവർ, അവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കണം, അവരെ കൊണ്ട് എൻ്റെ ശവം ചുമ്മിപ്പിക്കണം എന്നൊക്കെയുള്ള ഒരു വാശി, ഞാനില്ലെങ്കിൽ അവരൊക്കെ ഒന്ന് അനുഭവിക്കണം എന്നുള്ള ചിന്ത, പകരം വീട്ടാനുള്ള ആത്മഹത്യ, പക കൊണ്ടുള്ള ആത്മഹത്യ, പരാജയം വരുന്നു എന്ന ഭീതി കൊണ്ടുള്ള ആത്മഹത്യ, മറ്റുള്ളവരെ പോലെ മുൻപിലെത്തുവാൻ കഴിഞ്ഞില്ല എന്നുള്ള ചിന്തകൾ കൊണ്ടുള്ള ആത്മഹത്യ, ഇതൊക്കെയാണ് മനുഷ്യനെ കൊണ്ട് ആത്മഹത്യ ചെയ്യിപ്പിക്കുന്നത്. നാം പലപ്പോഴും ഈ ചില സ്ഥലങ്ങളിലെ ട്രൈബൽസ് ആയിട്ടുള്ള ആളുകളെ കണ്ടിട്ടില്ലേ? ഗോത്രവർഗ്ഗക്കാർ ഇപ്പോഴും മുഖ്യധാരയിലേക്ക്, സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരാതെ വനങ്ങളിലൊക്കെ ജീവിക്കുന്നവർ, ഇപ്പോഴും അങ്ങനെ ആളുകളുണ്ട്. നമ്മുടെ ആൻഡമാൻസിൽ പോലും സെൻറ്റിനൽ ഐലൻഡിൽ അപ്രകാരമുള്ള ഗോത്രവർഗ്ഗക്കാരുണ്ട്, വസ്ത്രം പോലും ധരിക്കാത്തവർ. അവരുടെ ഇടയിൽ ആത്മഹത്യകളുണ്ടോ? എന്തായാലും നമ്മളെപ്പോലെ ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം അവരുടെ സ്വപ്നങ്ങളിൽ, അവരുടെ ആശകളിൽ
അന്നുള്ള ആഹാരമേ ഉള്ളൂ, അന്നുള്ള ജീവിതമേ ഉള്ളൂ. പക്ഷെ നമുക്കതല്ല, നമ്മൾ അതിലപ്പുറമായിട്ട് ആശിക്കുന്നു. ആശകൾ, ആ സ്വപ്നങ്ങൾ നടക്കാതെ വരുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു, ഒന്നിനും കൊള്ളാത്തവരാണെന്ന് ഉള്ള തോന്നലുണ്ടാകുന്നു. മരണം വരിക്കുവാൻ ശ്രമിക്കുന്നു. ഇതൊക്കെയാണ് പലപ്പോഴും ഈ ഡെവലപ്ഡ് എന്ന് പറയുന്ന, അല്ല എങ്കിൽ പുരോഗതി പ്രാപിച്ചെന്ന് പറയുന്ന മനുഷ്യൻ നേരിടുന്ന വലിയ പ്രശ്നങ്ങൾ. ആത്മഹത്യ ഇത്രയും പെരുകുവാൻ, പ്രത്യേകിച്ചും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ, അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. കാരണം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പ്രത്യേകത വലിയൊരു ഹോപ്പുള്ള വിശ്വാസമാണ്. ക്രിസ്തീയ വിശ്വാസം വലിയ പ്രത്യാശയാണ് നമുക്ക്. ഭൂമിയിലെ ജീവിതത്തെ നൈമിഷികമായ ജീവിതമെന്ന് എണ്ണുവാനും, ഇവിടെയുള്ള കഷ്ടങ്ങൾ സാരമില്ലെന്നും, നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടങ്ങൾ അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം നമുക്ക് നൽകുമെന്നൊക്കെയുള്ള ഒരു വിശ്വാസമുള്ള ഒരു മാർഗമാണ് ക്രിസ്തീയ മാർഗം. അതുകൊണ്ട് ഭൂമിയിൽ കഷ്ടപ്പെട്ടാലും സാരമില്ല, ഒരു നിത്യതയുണ്ടെന്നുള്ള വിശ്വാസം. ക്രിസ്ത്യാനികൾ പണ്ട് ആത്മഹത്യ ചെയ്യുകയില്ലായിരുന്നു. കാരണം ഒരറിവുണ്ടായിരുന്നു, ആത്മഹത്യ ചെയ്താൽ അത് വലിയ പാപമാണെന്നും ദൈവം തന്ന ആയുസ്സിനെ മനുഷ്യനെടുക്കുവാൻ അനുവാദമില്ല എന്നും അത് മാരകമായ പാപമാണ്. ആത്മഹത്യ ചെയ്ത വ്യക്തിക്ക് ആ പാപത്തെക്കുറിച്ച് അനുദപിക്കാനുള്ളൊരു അവസരം പോലും കിട്ടാതെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ടി വരുന്നത് കൊണ്ട് അവൻ്റെ സ്വർഗം നഷ്ടപ്പെടുമെന്നൊക്കെ ഒരു ബോധം, ഒരു ചിന്ത ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ക്രിസ്ത്യാനികളൊന്നും പണ്ട് അധികം ആത്മഹത്യ ചെയ്യത്തില്ലായിരുന്നു. വചനമറിയാവുന്ന, ദൈവത്തെ അറിയാവുന്ന ക്രൈസ്തവർ. എന്നാൽ ഇന്ന് അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. ക്രിസ്ത്യാനികളും ഒത്തിരി പേർ ആത്മഹത്യ ചെയ്യുന്നു. ദൈവാശ്രയത്തിൻ്റെ കുറവാണെന്ന് പറയാം, ദൈവവചനം അറിയാത്തത് കൊണ്ടാണെന്ന് പറയാം. പള്ളികളിൽ നേരാവണ്ണം ദൈവത്തിൻ്റെ വചനം, ജീവിതം എത്ര അമൂല്യമായ നിധിയാണ്, അതിനെ വഴിയിൽ വെച്ച് ഉടച്ചു കളയരുത് എന്നുള്ള പഠിപ്പിക്കലുകൾ നമ്മുടെ പള്ളികളിൽ നമ്മുടെ പട്ടക്കാർ നടത്താത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വർദ്ധിക്കുന്നത് എന്നുള്ളത് വളരെ വലിയ ഒരു സത്യമാണ്. ക്രൈസ്തവം എന്ന് പറയുന്ന ആശയങ്ങൾക്ക് ക്രൈസ്തവരുടെ ഇടയിൽ യാതൊരു സ്വാധീനവും ഇല്ലാതായിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ആളുകൾക്ക് അറിവില്ലാതായിരിക്കുന്നു. അതുകൊണ്ട് ഏറ്റവും വലിയ പ്രത്യാശ തരുന്ന വിശ്വാസമുള്ള മതക്കാർ എന്നവകാശപ്പെടുന്ന ക്രിസ്ത്യാനികൾ, അവർ ആത്മഹത്യ ചെയ്യുന്നു. പാടില്ല കേട്ടോ. കാരണം നമ്മുടെ വിശ്വാസം മരണാനന്തരമുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് ഉറപ്പ് തരുന്ന ഒരു വിശ്വാസമാണ്. ഇവിടെ എത്ര കഷ്ടം സഹിച്ചാലും, എത്ര വെല്ലുവിളികൾ നേരിട്ടാലും അതിനെ അതിജീവിച്ച് മുൻപോട്ട് പോകണം എന്ന് പഠിപ്പിക്കുന്ന വിശ്വാസമാണ്. ഇങ്ങനെയുള്ള പഠിപ്പീരുകൾ നമ്മുടെ സഭകളിൽ ഉണ്ടാകണം. പണ്ടൊക്കെ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ആത്മഹത്യ വളരെ കുറവായിരുന്നു. ഇപ്പോഴും കുറവാണ് കേട്ടോ. ഇപ്പോഴും പെന്തക്കോസ്തു വിശ്വാസികളുടെ ഇടയിൽ ആത്മഹത്യ വളരെ കുറവാണ്. വളരെ ചുരുക്കമായിട്ട് ഈ അടുത്ത സമയങ്ങളിൽ നടന്നിട്ടുള്ളത് ഞാൻ ഓർക്കുമ്പോൾ തന്നെ അത് ഇപ്പോഴും കുറവാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം കുറച്ചുകൂടെ ദൈവത്തിൻ്റെ വചനവും ഒക്കെ പഠിപ്പിക്കുന്നത് കൊണ്ട് ആളുകൾക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ അതിൽ ഇടപെടുവാൻ സഭയിലുള്ള ആരെങ്കിലുമൊക്കെ ശ്രമിക്കുന്നത് കൊണ്ട്, അവരുടെ ലീഡേഴ്സ് ശ്രമിക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള ആത്മഹത്യകൾ പെന്തക്കോസ്തൽ സമൂഹങ്ങളിൽ കുറഞ്ഞിരിക്കുന്നു. മറ്റു സഭകൾ അതൊരു മാതൃകയാക്കണം. നിങ്ങളുടെ ഇടവകയിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ, ഒരു ഭാരമുണ്ടെങ്കിൽ, ഇടവക അംഗങ്ങൾ, പൗരോഹിത്യത്തിലിരിക്കുന്നവർ, ലീഡർഷിപ്പിലിരിക്കുന്നവർ അതിനെ അഡ്രസ്സ് ചെയ്യണം. അതൊരു വലിയ ആത്മീയ ഉത്തരവാദിത്തമാണ്. അതാണ് ശരിക്കും ഇടയ ശുശ്രൂഷയുടെ ഉത്തരവാദിത്തം. ദൈവത്തിൻ്റെ കൃപയാൽ കഴിഞ്ഞ 30 വർഷങ്ങളായി ഞാൻ ആത്മീയ ശുശ്രൂഷയിലാണ്. 30 വർഷങ്ങൾ കഴിയുന്നു. ഇതെൻ്റെ 31ാമത്തെ വർഷമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് തിരിഞ്ഞു നോക്കുകയായിരുന്നു, ഒന്ന് എണ്ണാൻ ശ്രമിക്കുകയായിരുന്നു. എത്ര പേർ എൻ്റെ ശുശ്രൂഷയിൽ ആത്മഹത്യയ്ക്ക് വേണ്ടി ശ്രമിച്ചവർ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരുങ്ങിയവർ വിടുവിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഒന്ന് തിരിഞ്ഞു നോക്കുകയായിരുന്നു. കുറേ എണ്ണി, കുറേ പേരുകൾ മനസ്സിലേക്ക് വന്നു. എണ്ണാൻ കഴിയാത്ത അത്ര അധികം ആളുകൾ കഴിഞ്ഞ 30 വർഷത്തെ ശുശ്രൂഷയിൽ ആത്മഹത്യയിൽ നിന്ന് വിടുവിക്കപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ വിടുവിക്കപ്പെട്ടത്? എനിക്കെന്തെങ്കിലും പ്രത്യേക ഗുണമുള്ളത് കൊണ്ടല്ല. ഞാൻ പറയുന്ന വചനം
അവരെ സ്പർശിച്ചതുകൊണ്ട്, ആശ്വസിപ്പിച്ചതുകൊണ്ട്, ഇടയൻ എന്ന നിലയിൽ ദൈവം ചില വിഷയങ്ങളിൽ ഇടപെടുവാൻ കൃപ തന്നതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ചില അനുഭവങ്ങളുണ്ട്. എൻ്റെ ബിൽഡിങ്ങിൽ തന്നെ കട നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സർദാർജി, ഞാൻ രാവിലെ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് മടങ്ങി വന്നപ്പോൾ വഴിയിൽ വെച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ പറയുകയാണ്, ഈ സർദാർജിയെ ഇന്നത്തെ യോഗത്തിന് വിളിക്കണം. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ കടയിൽ നിന്ന് സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരികയില്ലേ ദൈവമേ, ഇപ്പോൾ എങ്ങനെ അവൻ്റെ കടയിൽ പോകുന്നത്? പെട്ടെന്ന് ഞാൻ ദൈവശബ്ദം കേൾക്കുകയാണ്, ഇന്ന് നീ അവനെ വിളിച്ചില്ല എങ്കിൽ ഇനി ഒരിക്കലും അതിന് അവസരമുണ്ടാകുകയില്ല. ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ എന്നെ ഭയപ്പെടുത്തി. ഞാൻ അവൻ്റെ കടയിൽ ചെന്നു. അവനോട് പറഞ്ഞു, അവൻ്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് നിന്നെ പ്രാർത്ഥനയ്ക്ക് വിളിക്കണമെന്ന് ഞാൻ വന്ന വഴിക്ക് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുകയാണ്. അയാൾ എന്നോടൊന്നും മറുപടി പറഞ്ഞില്ല, എന്നെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് മാത്രമായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇന്ന് ഇത് പറഞ്ഞില്ലെങ്കിൽ ഇനിയും നിനക്കൊരു അവസരം ഉണ്ടാകില്ലെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ കട വരെ നടന്നു വന്നത്. അയാളൊന്നും പറഞ്ഞില്ല, പക്ഷെ വൈകിട്ട് പ്രയറിന് വരാമെന്ന് പറഞ്ഞു. വൈകിട്ടത്തെ പ്രയറിന് ആ മനുഷ്യൻ വന്നു. ഞാൻ അയാളുടെ മേൽ കരം വെച്ച് പ്രാർത്ഥിച്ചു. അയാളിലുണ്ടായിരുന്ന ഒരു അന്ധകാര ശക്തി വിട്ടുപോയി. അയാൾ ബോധരഹിതനായി നിലത്ത് വീണു. എഴുന്നേറ്റ് വന്ന ശേഷം അയാൾ എന്നോട് പറഞ്ഞു, നിനക്കറിയാമോ, നീ രാവിലെ കടയിൽ വന്നപ്പോൾ ഞാൻ ഒരു പ്രത്യേക തീരുമാനത്തിലായിരുന്നു. ഞാൻ ഒരു പാക്കറ്റ് വിഷം വാങ്ങിച്ച് എൻ്റെ കടയുടെ ഡ്രോയറിൻ്റെ അകത്തിട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ പദ്ധതി ഇന്ന് രാത്രി ബാക്കി എല്ലാ കടകളും അടച്ചിട്ട് പോകുമ്പോൾ എൻ്റെ കടയുടെ ഷട്ടർ അകത്തു നിന്ന് വലിച്ചു താഴ്ത്തിയിട്ട് ആ കടയ്ക്കകത്ത് ആത്മഹത്യ ചെയ്യുവാൻ ഞാൻ തീരുമാനിച്ചിരുന്നു. നീ ഇന്ന് വന്ന് എന്നെ ഈ പ്രയറിന് വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു. ഇങ്ങനെയുള്ള എത്രയോ അനുഭവങ്ങൾ. ഞാൻ ഒരിക്കൽ ബോംബെ ഫെയ്ത്ത് സിറ്റി ചർച്ചിൽ ശുശ്രൂഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, വേഗത്തിൽ ചെന്ന വ്യക്തിയുടെ തലയിൽ കൈവച്ച് ആത്മഹത്യയുടെ ആത്മാവിനെ ശാസിക്കുവാൻ. ഡിവോഴ്സ് കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയാണ്. ഞാൻ പെട്ടെന്ന് ആ സഹോദരിയുടെ അടുക്കൽ ചെന്നു ആത്മഹത്യയുടെ ആത്മാവിനെ ശാസിച്ചു. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ വന്ന് പറയുകയാണ്, പാസ്റ്റർ, എൻ്റെ ഹൃദയത്തിനകത്തോട് ആത്മഹത്യ ചെയ്യാനുള്ള വലിയ ചിന്തയുണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സ്ത്രീ രക്ഷപ്പെട്ടു. 2-3 അനുഭവങ്ങൾ മാത്രം പറയുകയാണ്. ഒരിക്കൽ ഞാൻ രാവിലെ ഒരു സ്വപ്നം കണ്ടുണരുകയാണ്. എന്താണ് സ്വപ്നം? ഒരു വ്യക്തി എന്നെ വന്ന് കണ്ടിട്ട് പറയുകയാണ് മറ്റൊരാളെക്കുറിച്ച്, ഇന്നടത്തെ ഇന്നാര് ഭാര്യയ്ക്കും മക്കൾക്കും വിഷം കൊടുത്ത് കൊന്നിട്ട് ആത്മഹത്യ ചെയ്തു. ഞായറാഴ്ച രാവിലെയാണ് ഞാൻ ഈ സ്വപ്നം കണ്ടുണർന്നു. ഞാൻ അന്ന് ബോംബെ ഫെയ്ത്ത് സിറ്റി ചർച്ചിലാണ് ശുശ്രൂഷയും മറ്റുമായിട്ട് പോകുന്നത്. രാവിലെ ആരാധനയ്ക്ക് പോകുവാൻ വേണ്ടി ബൈന്ദർ സ്റ്റേഷനിൽ ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ കയറുമ്പോൾ ആ ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ ഞാൻ സ്വപ്നത്തിൽ കണ്ട ആ ഒരു വ്യക്തി, ആരാണ് ഭാര്യയ്ക്കും മക്കൾക്കും വിഷം കൊടുത്ത് ആത്മഹത്യ ചെയ്തെന്ന് സ്വപ്നത്തിൽ ഞാൻ കണ്ട വ്യക്തി എനിക്ക് ഓപ്പോസിറ്റായിട്ട് വരുന്നു. ഞാൻ ബ്രിഡ്ജിൽ വെച്ച് ആ മനുഷ്യൻ്റെ കൈ പിടിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഇന്ന് രാവിലെ സ്വപ്നം കണ്ടു, അച്ഛാൻ ഭാര്യയ്ക്കും മക്കൾക്കും വിഷം കൊടുത്ത് കൊന്നിട്ട് ആത്മഹത്യ ചെയ്തെന്ന്. അദ്ദേഹം ഞെട്ടിപ്പോയി. അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ, കഴിഞ്ഞ 3 ദിവസമായിട്ടുള്ള എൻ്റെ തീരുമാനമാണത്. ആ മനുഷ്യൻ എൻ്റെ കൂടെ ചർച്ചിൽ വന്നു. അയാളുടെ ജീവിതത്തെ ദൈവം മാറ്റിയെന്ന് മാത്രമല്ല, പിന്നീട് ഞങ്ങളുടെ ചർച്ചിൻ്റെ അസോസിയേറ്റ് പാസ്റ്ററായി മാറി. അദ്ദേഹം പിന്നെ താൻ തന്നെ കേരളത്തിലൊരു സഭ സ്ഥാപിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനായി ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. അപ്പോൾ എത്രയോ പേർ എൻ്റെ ശുശ്രൂഷയിലൂടെ ആത്മഹത്യയിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരുണ്ട്. അപ്പോൾ ശുശ്രൂഷകന്മാർക്ക്, ദൈവസഭകൾക്ക്, ഇടയന്മാർക്ക് തങ്ങളുടെ ജനത്തെ അങ്ങനെയുള്ള ആപത്തുകളിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയും. നമ്മുടെ പ്രസംഗങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ, ദൈവം നമുക്ക് നൽകുന്ന സ്വപ്നങ്ങളും ദർശനങ്ങളുമൊക്കെ അങ്ങനെ ഉപയോഗിക്കുവാൻ കഴിയും. നിങ്ങൾക്ക് ഒരു കൃപാവരമില്ലെങ്കിലും ദൈവം നിങ്ങളുടെ ശുശ്രൂഷയിലുള്ള, നിങ്ങളുടെ ഇടവകയിലുള്ള ആടുകളെക്കുറിച്ച് ഒരു സ്വപ്നമെങ്കിലും നിങ്ങൾക്ക് നൽകാതിരിക്കുമോ? കാരണം ഉത്തരവാദിത്തമുള്ളൊരു ശുശ്രൂഷയാണ് ദൈവം ഏൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ പ്രാർത്ഥിക്കണം. എൻ്റെ ഇടവകയിൽ ഒരനർത്ഥം വരുന്നതിന് മുമ്പ് എനിക്കൊരു സ്വപ്നം തരണമേ ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അങ്ങനെ പാസ്റ്റർമാർക്ക് മാത്രമല്ല, അച്ഛന്മാർക്കും ഇടയ ശുശ്രൂഷയിലുള്ള എല്ലാവർക്കും ഞാനിത് കേവലം പെന്റിക്കോസ്റ്റൽ വിശ്വാസികൾക്ക് വേണ്ടി മാത്രം പറയുകയില്ല, എല്ലാ ക്രൈസ്തവരും കേൾക്കുവാൻ. കാരണം ക്രൈസ്തവ നാമധാരികളാണല്ലോ ഞാനീ പറഞ്ഞ 3 സംഭവത്തിലും ജീവിതം അവസാനിപ്പിച്ചത്. അതുകൊണ്ട് എല്ലാ ശുശ്രൂഷകരോടും പറയുകയാണ്,
നിങ്ങളുടെ കയ്യിലുള്ള ആട്ടിൻകൂട്ടത്തെ വലിയ ഉത്തരവാദിത്വത്തോടുകൂടി നിങ്ങൾ നോക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം. ആത്മീക ശുശ്രൂഷയുടെ ഭാഗമാണ് നിങ്ങളെങ്കിൽ ദൈവം നിങ്ങളോട് സ്വപ്നങ്ങളിലൂടെ സംസാരിക്കട്ടെ. അങ്ങനെ ഉത്തരവാദിത്വമുള്ള ശുശ്രൂഷകർ നമ്മുടെ നാടിന് ആവശ്യമാണ്. പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ രാവിലെ സ്വപ്നത്തിൽ പ്രസംഗിച്ച പ്രസംഗം മാത്രം പറഞ്ഞ് നിർത്തുകയാണ്. എൻ്റെ സ്വപ്നത്തിൽ ഞാൻ കാണുന്നത് ആരോ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോയി നിൽക്കുകയാണ്. പിന്നെ സ്വപ്നമല്ലേ, ഒരു പ്രത്യേക അന്തരീക്ഷമാണ്. ഞാൻ ആ സ്വപ്നത്തിൽ കാണുകയാണ്, കുറേ കഴിയുമ്പോൾ ആ മനുഷ്യൻ മടങ്ങിപ്പോകുന്നു. അവനോട് പറയുന്നു, നീ എവിടെയായിരുന്നു അവിടേക്ക് തിരിച്ചു പോവുക. അയാൾ ആത്മഹത്യ ചെയ്തില്ല. അയാൾ എവിടെയായിരുന്നു അവിടേക്ക് അയാളെ തിരിച്ചു വിടുകയാണ്. അയാൾ എവിടെയായിരുന്നു അവിടെ അയാൾക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ ആത്മഹത്യാ മുനമ്പിൽ നിന്ന് ഞാൻ കാണുന്നത് വലിയൊരു പർവ്വതം പോലൊരു സ്ഥലമാണ്. അവിടെ ചാടിച്ചാകാൻ ഒരുങ്ങി നിൽക്കുന്ന ആ മനുഷ്യൻ ആ ആത്മഹത്യാ മുനമ്പിൽ നിന്ന് മടങ്ങിപ്പോവുകയാണ്. പോകുന്നത് പ്രശ്നങ്ങളില്ലാത്തിടത്തേക്കല്ല, വലിയ പ്രശ്നങ്ങൾ ഉള്ള ഒരിടത്തേക്കാണ് അയാൾ പോകുന്നത്. ആ മനുഷ്യൻ മടങ്ങിപ്പോകുമ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, നീ എന്താ മടങ്ങിപ്പോകുന്നത്? നിൻ്റെ പ്രശ്നങ്ങൾ മാറിയോ? അയാൾ എന്നോട് പറയുകയാണ്, എൻ്റെ പ്രശ്നങ്ങൾ മാറിയില്ല, പക്ഷേ ആ സ്ഥലത്ത് വെച്ച്, ആ ആത്മഹത്യാ മുനമ്പിൽ വെച്ച് എനിക്കൊരു എൻകൗണ്ടർ ഉണ്ടായി. യേശു എൻ്റെ അടുക്കൽ വന്നു. അവൻ എന്നോട് പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. വിചിത്രമായ സ്വപ്നമല്ലേ? ഇന്നലെ രാത്രിയിൽ ഞാൻ ചെയ്ത പാഠഭേദത്തിൽ ഡിലീറ്റായിപ്പോയ, സേവ് ആകാതെ പോയ പാഠഭേദത്തിൽ ഇതൊന്നുമില്ലായിരുന്നു. ഇന്ന് പറഞ്ഞ കാര്യങ്ങളല്ല ഞാൻ ഇന്നലെ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ദൈവം ആത്മഹത്യയെക്കുറിച്ച് ഒരു പാഠഭേദം ചെയ്യുവാൻ എനിക്ക് നിയോഗം നൽകിയപ്പോൾ ഞാൻ എൻ്റെ ബുദ്ധിയിൽപ്പെട്ട കുറേ കാര്യങ്ങൾ, അറിവുകൾ പറഞ്ഞു. അതല്ലായിരുന്നു പരിശുദ്ധാത്മാവിന് ആവശ്യം. അതുകൊണ്ട് ആ വീഡിയോ ഡിലീറ്റ് ആയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രാത്രിയിൽ കണ്ട സ്വപ്നം കൂടെ ചേർത്ത് പാഠഭേദം ഇപ്പോൾ ചെയ്യുകയാണ്. ആ മനുഷ്യൻ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന വഴിക്ക് അയാൾ എന്നോട് പറയുകയാണ്, എനിക്കൊരു എൻകൗണ്ടർ ഉണ്ടായി, യേശു ജീവിക്കുന്നു, യേശു എൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകുക, എൻ്റെ പ്രശ്നങ്ങളുടെ നടുവിലേക്ക് ഞാൻ തിരിച്ചു പോകുക. ശ്രദ്ധിക്കണമേ, അതുകൊണ്ട് സ്വപ്നം കഴിഞ്ഞില്ല. പിന്നീട് ഞാൻ ആ സ്വപ്നത്തിൽ പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗത്തിൽ മരിക്കണമെന്ന് പറഞ്ഞ ഏലിയാവ് ഹോരേബ് പർവ്വതം വരെ നടന്ന കഥ ഒക്കെ ഞാൻ പ്രസംഗിക്കുന്നു. ഏലിയാവിനോട് ദൈവം പറയുന്നു, നീ മടങ്ങി മരുഭൂമിക്കുള്ള വഴിയിൽ പോവുക എന്ന് പറഞ്ഞാൽ, മരിക്കണമെന്ന് പറഞ്ഞ മനുഷ്യനെ ഹോരേബിൽ കൊണ്ടുവന്ന് അവന് ഒരു വലിയ എൻകൗണ്ടർ ദൈവം കൊടുത്തിട്ട്, ദൈവത്തിൻ്റെ സ്പർശനം അവൻ അനുഭവിച്ചിട്ട് അവനെ പഴയ മരുഭൂമിയിലേക്ക് തന്നെ മടക്കി അയക്കുക, പഴയ പ്രശ്നങ്ങളുടെ നടുവിലേക്ക് തന്നെ മടക്കി അയക്കുക. വിചിത്രമെന്ന് തോന്നുകയില്ലേ? പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിക്കുകയല്ല, പ്രശ്നങ്ങളുടെ നടുവിലേക്ക്. എവിടെ നിന്നാണോ അവൻ ഓടി ഒളിച്ച് ഈ ഗുഹയ്ക്കകത്ത് വന്നിരിക്കുന്നത് ഹോരേബിൽ, അവിടെ നിന്ന് അവനെ ശക്തീകരിച്ച്, അവനെ ബലപ്പെടുത്തി, അവനെ ഒന്ന് ഒരുക്കിയെടുത്ത്, അവനൊരു പുതിയ ധൈര്യവും ബലവും നൽകി അവനെ പഴയ മരുഭൂമിയിലേക്ക് ദൈവം മടക്കി അയക്കുക. ഏലിയാവേ, ഇവിടെ നിനക്കെന്ത് കാര്യമെന്ന് ചോദിച്ച് നീ ആ പഴയ മരുഭൂമിക്കുള്ള വഴിയിൽ മടങ്ങിപ്പോകുവാൻ പറഞ്ഞ ദൈവം. അതുകൊണ്ടും ആ മെസ്സേജ് തീർന്നില്ല. അതേ മെസ്സേജിൻ്റെ അടുത്ത ഭാഗം, ഒന്ന് ഉണർന്ന് എഴുന്നേറ്റ് പിന്നെയും ഉറങ്ങിയപ്പോൾ ഞാൻ പ്രസംഗിക്കുകയാണ് ഹാഗാറിനെ കുറിച്ച്. ഹാഗാറും തുല്യ ദുഃഖിതയായിരുന്നു. തൻ്റെ ഉദരത്തിൽ ഒരു സന്തതിയുണ്ട്, പക്ഷെ നിന്ദിതയായി സാറയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയ ഹാഗാർ, ഒരുപക്ഷെ അവൾ ആ യാത്രയിൽ പട്ടുപോകാൻ സാധ്യതയുണ്ടായിരുന്നു. അവളുടെ ജീവൻ അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ വഴിയിൽ ഒരു സ്വർഗ്ഗദൂതൻ ഇറങ്ങി വന്നിട്ട് പറയുക, സാറയുടെ ദാസിയായ ഹാഗാറെ, നീ എവിടേക്ക് പോകുന്നു? മടങ്ങിപ്പോകുക, നിൻ്റെ യജമാനത്തിയുടെ അടുക്കൽ ചെന്ന് കീഴടങ്ങിയിരിക്കുക. എന്നെ അത്ഭുതപ്പെടുത്തി. ഈ രണ്ട് സംഭവങ്ങളിലും ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അതുപോലെ ദുഃഖിതരായ ആളുകളോട് പരിശുദ്ധാത്മാവ്, ദൈവസാന്നിധ്യം, ദൈവദൂതൻ വഴിയിലിറങ്ങിയിട്ട് പറയുന്നത്, നീ തിരിച്ചു പോകും. എവിടേക്കാണ് പോകേണ്ടത്? പ്രശ്നങ്ങളില്ലാത്തിടത്തേക്കല്ല, അവിടേക്ക് തന്നെ. സാറയുടെ വീട്ടിലാണ് നിനക്ക് പ്രശ്നങ്ങളെങ്കിൽ അവിടേക്ക് തിരിച്ചു പോകുക. നീ ഭയക്കുന്ന ആ മരുഭൂമിയില്ലേ, അവിടേക്ക് തന്നെ ഏലിയാവേ നീ തിരിച്ചു പോകുക. എന്തുകൊണ്ട്? ഇപ്പോൾ നീ പോകുന്നത് ഒരു ധൈര്യത്തോടു കൂടിയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല എന്ന ധൈര്യത്തോടു കൂടി.
ഹാഗാർ പറയുന്നത്, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവല്ലോ. ഹാഗാറിനൊരു കാര്യം ബോധ്യമായി, താൻ ഒറ്റയ്ക്കല്ല, തന്നെ കാണുന്ന ഒരു കർത്താവുണ്ട്, തന്നെ അറിയുന്ന ഒരു കർത്താവുണ്ട്. എല്ലാവരും കൈവിട്ടാലും യേശു കൂടെയുണ്ടെന്നുള്ള ബോധ്യം അത് ജീവിക്കാനുള്ള ഊർജം നൽകും, ബലം നൽകും. എന്നെ കേൾക്കുന്ന ആസാദിയുടെ എല്ലാ കേൾവിക്കാരും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിൽ മരിച്ചാൽ മതി, ജീവിക്കണ്ട എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ സ്നേഹത്തോടു കൂടെ പറയുകയാണ്, അങ്ങനെ അവസാനിപ്പിക്കാനുള്ളതല്ല ജീവിതം. ഇരുട്ടിൻ്റെ ശക്തികളിടുന്ന അങ്ങനെയുള്ള ചിന്തകളെ നിങ്ങൾ അതിജീവിക്കുക. എങ്ങനെ അതിജീവിക്കണം? യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയണം. യേശു നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന ബോധ്യം, ആ ബോധ്യമാണ് നിങ്ങൾക്ക് ജീവിക്കാനുള്ള ശക്തിയായി, ഊർജ്ജമായി തീരുന്നത്. ഏത് തീച്ചൂളയുടെ നടുവിലും, ഏത് ചലഞ്ചസിൻ്റെ നടുവിലും യേശു എൻ്റെ കരം പിടിച്ചാൽ ഞാൻ ജീവിക്കും. ഞാൻ എൻ്റെ ചുവടുകളെ മുൻപിലേക്ക് വെക്കും. നിങ്ങൾ പറഞ്ഞാട്ട് ആരെങ്കിലും പ്രശ്നങ്ങളിലൂടെ പോകുന്നുണ്ടെങ്കിൽ ആത്മഹത്യയല്ല ഒരു പരിഹാരം. യേശുവിൻ്റെ കരം പിടിക്കുക, അവൻ നിങ്ങളെ വഴി നടത്തും. ഇന്ന് രാവിലെ ഞാൻ കേട്ട ഒരു ചെറിയ സന്ദേശം, ജെ ജോൺ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പാസ്റ്ററുണ്ട്. അദ്ദേഹത്തിൻ്റെ മെസ്സേജസ് എനിക്കിഷ്ടമാണ്. ഉദാഹരണങ്ങളും നർമ്മവുമൊക്കെ കലർത്തി ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന ഒരു ദൈവദാസൻ. അദ്ദേഹം പറഞ്ഞ ഒരു കഥ, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുക്കൽ ഒരു സ്ത്രീ തൻ്റെ സങ്കടങ്ങൾ, തൻ്റെ പ്രശ്നങ്ങൾ പറയാൻ വന്നു. ആ സൈക്കോളജിസ്റ്റ് ആ സ്ത്രീയോട്, അവരുടെ രീതി അതല്ലേ, പഴയ ഹിസ്റ്ററി എല്ലാം ചോദിച്ചു, പണ്ട് മുതലുള്ള കാര്യങ്ങൾ, എങ്കിൽ മാത്രമേ അവർക്കൊരു പരിഹാരം കാണുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ചോദിച്ചു വന്നപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, ഒരിക്കൽ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ അവരുടെ ടീച്ചർ ഈ കുട്ടിയോട് ഒത്തിരി ദേഷ്യപ്പെട്ടിട്ട് ആ കുട്ടിയെ വിളിച്ച് ബ്ലാക്ക് ബോർഡിൽ ഇങ്ങനെ എഴുതാൻ പറഞ്ഞു, ഐ ആം എ ഫെയിലിയർ, ഐ ആം എ ഫെയിലിയർ. ഈ കുട്ടി ടീച്ചറുടെ നിർബന്ധം കൊണ്ട് ആ ബ്ലാക്ക് ബോർഡിൽ അങ്ങനെ എഴുതി, ഐ ആം എ ഫെയിലിയർ, ഞാനൊരു പരാജയമാണ്. ആ ഒരു എഴുത്ത് ആ കുട്ടിയുടെ മനസ്സിലിട്ട ഒരു വലിയ മുറിവ്. അതുകൊണ്ടും തീർന്നില്ല. ടീച്ചർ ക്ലാസ്സിലെ മറ്റു കുട്ടികളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഈ കുട്ടിയെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഈ ബോർഡിൽ എഴുതുക. അങ്ങനെ ഓരോ കുട്ടികളും വന്ന് ഇവളെ കളിയാക്കുന്ന, ഇവളെ പരിഹസിക്കുന്ന, ഇവളുടെ കുറവുകൾ ആ ബോർഡിൽ എഴുതി. ആ ബോർഡ് നിറയെ അവളുടെ കുറവുകളായിരുന്നു. അവൾ നിലവിളിച്ചു, അവൾ വേദനിച്ചു, ഒത്തിരി കരഞ്ഞെന്ന്. പക്ഷേ അതിൻ്റെ ആ ട്രോമ അവളുടെ ഉള്ളിൽ കിടക്കുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും തൻ്റെ ജീവിതത്തിൽ തന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ആന്തരിക മുറിവിന് അത് കാരണമായി തീർന്നു. ഈ കൗൺസിലിംഗ് നടത്തുന്ന സൈക്കോളജിസ്റ്റ് ഒരു ക്രിസ്ത്യൻ, ഒരു കൗൺസിലറാണ്. അതുകൊണ്ട് തന്നെ ആ സഹോദരി ഇവരെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ആ എഴുത്തുകൾ മുഴുവൻ വായിച്ചു, ആ കുട്ടികൾ എഴുതിയ എഴുത്തുകൾ മുഴുവൻ വായിച്ചു, പക്ഷേ നിങ്ങളെക്കുറിച്ച് നല്ലത് എഴുതിയ ഒരു വ്യക്തിയുടെ എഴുത്ത് മാത്രം നിങ്ങൾ വായിച്ചില്ല. ഇവൾക്ക് അത്ഭുതം തോന്നി, അതാരാണ് എന്നെക്കുറിച്ച് നല്ലത് എഴുതിയത്. അപ്പോൾ ഈ കൗൺസിലിംഗ് കൊടുക്കുന്ന ആൾ പറയുകയാണ്, നിങ്ങൾ കണ്ടു കാണുകയില്ല, എല്ലാ കുട്ടികളും എഴുതി കഴിഞ്ഞപ്പോൾ ആ മുറിയിൽ നിശബ്ദനായി ഏറ്റവും പുറകിൽ നിന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അത് യേശു ക്രിസ്തു ആയിരുന്നു. അവൻ വന്നു ആ ബ്ലാക്ക് ബോർഡിലെ മുഴുവൻ എഴുത്തുകളെയും മായ്ച്ചിട്ട് ആ ബ്ലാക്ക് ബോർഡിൽ ഇങ്ങനെ എഴുതി, ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു, എൻ്റെ രക്തം നിൻ്റെ സകല പാപങ്ങളെയും കഴുകിക്കളഞ്ഞിരിക്കുന്നു, നീ അത് കണ്ടില്ല. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ ഡെലിവറൻസ് ആയിരുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന സകലരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഫെയിലിയറാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞാലും, നാട്ടുകാർ മുഴുവൻ പറഞ്ഞാലും, നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്ന യേശു കൂടെയുണ്ടെന്നുള്ള അറിവ് ആ കരം പിടിച്ചാൽ ഒരിക്കലും പരാജയപ്പെടത്തില്ല. പ്രത്യാശയോട് അവസാന ശ്വാസം വരെ നന്മയുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയും. ആ മഹാനാകുന്ന ഡോക്ടർ 77-ാം വയസ്സിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ കാരണമായി കുറിച്ചു വച്ചിരുന്നത്, തൻ്റെ വിരലുകൾ വിറയ്ക്കുന്നു, പഴയതുപോലെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. പ്രായമായ മാതാപിതാക്കളോട് അവരോട് പറയാൻ ഒരു സന്ദേശം, വാർദ്ധക്യം വളരെ സങ്കടമുള്ള സമയമാണ്, ഒറ്റപ്പെടലും വേദനയും ഒക്കെയുള്ള സമയമാണ്. പക്ഷേ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയമാണെന്ന് നിങ്ങളിൽ എത്ര പേർ തിരിച്ചറിയുന്നു? കൈകാലുകൾക്ക് ബലം കാണുകയില്ല,
കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കേട്ട ചില സന്ദേശങ്ങൾ, പ്രായമായ മാതാപിതാക്കളെക്കുറിച്ച് കേട്ട സന്ദേശങ്ങൾ, ലോക ചരിത്രത്തിൽ ദൈവം ഉപയോഗിച്ച ഒത്തിരി ഉണർവുകളുടെ പിന്നിൽ അതിന് കാരണമായി തീർന്നത് ഏതൊക്കെയോ മാതാപിതാക്കളുടെ, അപ്പച്ചന്മാരുടെ, അമ്മച്ചിമാരുടെ കണ്ണുനീരാണ്. ഒത്തിരി പറയാൻ ചരിത്രത്തിൻ്റെ ലിസ്റ്റുകൾ എൻ്റെ കയ്യിലുണ്ട്. ഒത്തിരി അനുഗ്രഹീതരാകുന്ന ദൈവദാസന്മാരെ പ്രാർത്ഥിച്ച് പുറത്തു കൊണ്ടുവന്നത് അങ്ങനെയുള്ള അമ്മച്ചിമാരുടെ കണ്ണുനീരാണ്. അവർ പിന്നീട് പറഞ്ഞു, എൻ്റെ അമ്മച്ചിയുടെ കണ്ണുനീരാണ് എന്നെ ഇന്ന് ഈ സ്റ്റേജിൽ നിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഉണർവിൻ്റെ പിന്നിൽ ആ അമ്മച്ചിയുടെ കണ്ണുനീരായിരുന്നു. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ വാർദ്ധക്യം എന്തിനു വേണ്ടിയുള്ളതാണ്? കരയാൻ വേണ്ടിയുള്ളതാണ്. തലമുറയ്ക്ക് വേണ്ടി, അവരുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി, ദേശത്തുണർവുണ്ടാകാൻ വേണ്ടി, കരയാൻ വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന സമയമാണ് നിങ്ങളുടെ വാർദ്ധക്യ സമയമെന്ന് പറയുന്നത്. മറ്റു ജോലിയൊന്നും ചെയ്യുവാൻ ആരോഗ്യം കാണുകയില്ല, പക്ഷേ പ്രാർത്ഥിക്കുവാൻ ആരോഗ്യത്തിൻ്റെ ആവശ്യമില്ല, ഇടിവിൽ നിൽക്കുവാൻ ആരോഗ്യത്തിൻ്റെ ആവശ്യമില്ല. ആ ഡോക്ടർ 77-ാം വയസ്സിൽ അദ്ദേഹം ഒരുപക്ഷെ ചിന്തിച്ച് കാണും, മെഡിക്കൽ സയൻസിന് കുറച്ചുകൂടെ തന്നെ ഒരു ആയുസ്സൊക്കെ നീട്ടി ഒരു വെജിറ്റബിൾ പോലെ ഇങ്ങനെ വെക്കാൻ പറ്റും. അതല്ലേ ഇന്നത്തെ ആധുനിക മെഡിക്കൽ സയൻസിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു വലിയ ഗുണം. മരിക്കാൻ റെഡിയായ ആളിനെ വെന്റിലേറ്ററിൽ കയറ്റിയിട്ട് ജീവൻ ആയുസ് വർദ്ധിപ്പിച്ച് ഒരു ജീവശവമായിട്ട് ആർക്കും പ്രയോജനമില്ലാതെ വർഷങ്ങളിങ്ങനെ കട്ടിലിൽ കിടത്തുവാൻ കഴിയും. അതൊക്കെ ആയിരിക്കാം ആ ഡോക്ടർ ഭയന്നത്. തനിക്കതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമായിരിക്കാം. പക്ഷേ ആ ഡോക്ടറെ പോലെയുള്ള പ്രായമായ മാതാപിതാക്കൾക്ക് ഇങ്ങനെയും ചിന്തിക്കാം, എനിക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും ഞാനൊരു യേശുവിനെ അറിയുന്ന ദൈവപൈതലാണ്, അടുത്ത തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഇടിവിൽ നിൽക്കുവാനും ഒക്കെ എനിക്ക് കഴിയും. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ വാർദ്ധക്യമുള്ളവർക്കും ചെയ്യാം. വേദപുസ്തകം പറയുന്നു, വാർദ്ധക്യമുള്ള കാലത്തും ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയുമെന്ന്. അങ്ങനെ കഴിയട്ടെ. നിരാശകൾ വേണ്ട, ഭാരങ്ങൾ വേണ്ട, യേശുവിൻ്റെ കരം പിടിക്കുക, നമുക്ക് മുന്നേറാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.